ഇന്നലെ രാത്രി തന്നെ സൺറൈസിന്റെ ടൈമൊക്കെ നോക്കി അലാം സെറ്റ് ചെയ്തിരുന്നെങ്കിലും ക്ലൗഡി ആയതുകൊണ്ട് സൺറൈസ് കാണാൻ പറ്റിയില്ല. എവറി പ്ലേസ് ഹാസ് ഇറ്റ്സ് ഓൺ സ്കൈ. സൺറൈസ് ആൻഡ് സൺസെറ്റ് അതുകൊണ്ട് തന്നെ മിസ് ചെയ്യരുത്. തലമുറകൾക്ക് പിന്നിലെ ഒരു നെയ്ബർഹുഡാണ് നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടത്. ഇന്നിപ്പോൾ പലതും റെസ്റ്റോറൻറ്റ്സും റിസോർട്ട്സുമാണ്. പക്ക ചെട്ടിനാട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ആത്തുംകുടി പാലസ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. ഇതിപ്പോൾ പാലസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബിൽഡ് ബൈ റോയൽറ്റി ആണെന്ന്. ഇന്നത്തെ ഇവിടുത്തെ ഒരു വെൽത്തി ഫാമിലിയുടെ വീടാണിത്. ശ്രീ എൻ അരുണാചലം ചെട്ടിയാരുടെ മകൻ AR നാച്ചിയപ്പ ചെട്ടിയാരാണ് ഈ വീട് വെച്ചതിന് പിന്നിൽ. വീടിന് ലക്ഷ്മി വിലാസ് എന്നൊരു പേരും കൂടിയുണ്ട്. ഇവിടുത്തെ അമ്മയുടെയും മകളുടെയും പേരിന്റെ സൂചകമായിട്ട് വെച്ചതാണെന്നാണ് കേൾവി. 1929 കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് 1932 അത് പൂർത്തിയാക്കി. ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാൻഷിപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മോഡേൺ ടൂൾസോ ഇലക്ട്രിസിറ്റിയോ ഒന്നുമില്ല. ഞാൻ അതാണ് റൂഫൊക്കെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. എങ്ങനെ ഇത് ഒരാൾ അവിടെ നിന്ന് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ആത്തുംകുടി ടൈൽസ്, ദ പ്രൈഡ് ഓഫ് ചെട്ടിനാട്. ഈ യൂറോപ്യൻ ഇൻഫ്ലുവൻസസിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ദ റിനൗണ്ട് ആത്തുംകുടി ടൈൽസ്. ഇത് കയ്യിലെടുക്കുമ്പോൾ നമുക്കത് സെറാമിക് ആണെന്ന് തോന്നുമെങ്കിലും അല്ല. മൈക്കയുടെയും സിലിക്കയുടെയും അളവ് കൂടുതലായ ആത്തുംകുടിയിലെ മണ്ണും സിമെന്റും ഗ്ലാസും ഒക്കെ വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. മെഷീൻസിന്റെ യാതൊരു പരിപാടിയും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഈ ഓരോ ടൈലും ഉണ്ടാക്കുന്നത്. സിംഗിൾ പീസിന് 50 രൂപ മുതൽ തുടങ്ങി ഏതാണ്ട് 300 രൂപ വരെ പ്രൈസ് റേഞ്ച് ഞാൻ ഇവിടെ കണ്ടു. ഇതുപോലെ പാറ്റേൺസ് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് നേരത്തെ ആയി പോയതുകൊണ്ട് തന്നെ മധുരയിലേക്കുള്ള വഴിയിൽ വീണ്ടും ബ്രെഡും പീനട്ട് ബട്ടറും ഒരു റൗണ്ട് എല്ലാവരും കഴിച്ചു. പിന്നീട് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് തിരുമലൈ നായക്കർ പാലസ് ആണ്. ദ ഗ്രാൻഡ് കോർട്ട്യാർഡ്, സ്വർഗവിലാസം. ഒഫീഷ്യൽ മീറ്റിംഗ്സും പെർഫോമൻസസും സെറിമണീസും ഗസ്റ്റിനെ വെൽക്കം ചെയ്തിരുന്നതും ഒക്കെ ഇവിടെയാണ്. തിരുമലൈ നായക്, ഹി ഈസ് റിമെമ്പേർഡ് ആസ് ദ കിങ് ഹു ട്രാൻസ്ഫോംഡ് മധുരൈ ഇൻടു സച്ച് എ മാഗ്നിഫിക്കന്റ് കൾച്ചറൽ ക്യാപിറ്റൽ. ഇതിന്റെ ആർക്കിടെക്ചർ കംപ്ലീറ്റ്ലി ഒരു ദ്രാവിഡിയൻ ആൻഡ് ഇസ്ലാമിക് സ്റ്റൈലിന്റെ ഒരു ബ്ലെൻഡാണ്. മാസീവ് പില്ലേഴ്സ്, ഹൈ ആർച്ചസ്, ഡ്രാമാറ്റിക് ഡോംസ്. ഞാനങ്ങനെ തീരാപ്പാര വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോഴത്തേക്ക് 2-3 എണ്ണത്തിന് മിസ്സായി. നോക്കിയപ്പോൾ ഇവിടെ വന്ന് സാറ്റ് കളിക്കുന്നു. എത്ര മനോഹരമായ ആചാരങ്ങൾ. നല്ല അസല് ചെട്ടിനാട് ബിരിയാണി, ബോൺലെസ് ക്രാബ്, കാരക്കുടി ചിക്കൻ കുളമ്പ്, ചെട്ടിനാട് ചിക്കൻ കറി ഒക്കെ കൂട്ടി അമ്മ മെസ് എന്ന് ലാവിഷായിട്ടൊരു ഊണ്. ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് പരിപാടിയും ഡെസ്റ്റിനേഷൻസും ഒന്നുമില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക്. ബാക്കിൽ ആ ഒരു ബെഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്തത്. കൊല്ലത്തുനിന്ന് തുടങ്ങി രാമേശ്വരം, ധനുഷ്കോടി, ചെട്ടിനാട്, മധുരൈ ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. രണ്ടുപേരും നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ചായക്ക് വിളിക്കാൻ നിന്നില്ല. കുട്ടികളുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത്, കേരളം വിട്ടാൽ പാലിന് നല്ല കട്ടിയാണ്. എവിടെ നിന്ന് മേടിച്ചു കൊടുത്താലും നല്ലപോലെ വെള്ളം ചേർത്തോ ചേട്ടാന്ന് നമ്മൾ അങ്ങോട്ട് പറയണം. ബോർഡർ കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും പഴംപൊരി കിട്ടിയതിന്റെ സന്തോഷമായി. വീട്ടിലേക്ക് അടുക്കുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ തന്നെ എന്നെ ഇതേ ഡ്രസ്സിൽ നിമ്മലയെടുത്ത് കൊടുക്കണം എന്നായി നില. ഞാൻ ഇന്ന് നിമ്മലയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നൊരു പ്രഖ്യാപനവും. അമ്മേനെ അവൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഇതിനേക്കാളും മനോഹരമായിട്ട് അവൻ എങ്ങനെ പറയാനാണ്. അങ്ങനെ നമ്മൾ ഓടി ഓടി തിരിച്ച് വീട്ടിലെത്തി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.